Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൈസ് പത്തിരിയാണ്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് സാധാരണ നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാറ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ സോഫ്റ്റും അതുപോലെ എളുപ്പമാണ് ഈ ഒരു റവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നൈസ് പത്തിരി. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കും. അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു പത്തിരി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാകുമ്പോൾ ആ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ടിട്ട് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കുക. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ 1 കപ്പ് വറുത്ത റവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ പാക്കറ്റിൽ വറുത്ത റവ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ അതിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വരും. അപ്പോൾ നമ്മുടെ റവയുടെ മിക്സ് റെഡിയായി. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചെറു ചൂടോട് കൂടി തന്നെ കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ നനച്ച് നമുക്കിതൊന്ന് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടുണ്ടായിരിക്കും, അപ്പോൾ പതുക്കെ നമ്മളത് കുഴച്ചെടുക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് കൈ നനച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂട് ഒത്തിരി നമ്മുടെ കയ്യിലേക്ക് അങ്ങനെ തോന്നിക്കില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറു ചൂടോട് കൂടി തന്നെ നമ്മളത് കുഴച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് അവസാനം നമുക്ക് കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ റവയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു ബോൾ എടുത്ത് നമുക്ക് മാവ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് വീണ്ടും ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്ത് അത് സോഫ്റ്റാക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറുതായി ഒന്ന് പരത്തിയതിന് ശേഷം കുറച്ച് മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്ന് തൂവി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല നൈസായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വളരെ നൈസായിട്ട് പരത്താനായിട്ട് ഒത്തിരി പൊടിയൊക്കെ തൂവിയെടുക്കേണ്ട ആവശ്യം വരും. എന്നാൽ ഈ റവ പത്തിരി ഉണ്ടാക്കുമ്പോൾ അധികം പൊടിയൊന്നും തൂവേണ്ട ആവശ്യമില്ല, കുറച്ച് പൊടി തൂവേണ്ട ആവശ്യമുള്ളൂ. വളരെ നൈസായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു മൂടി വെച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം, നല്ല ഷേപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷേപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ നമ്മൾ നൈസ് പത്തിരി ഇതെവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റവ കൊണ്ടുള്ള നൈസ് പത്തിരിയൊക്കെ ചുട്ടെടുക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എനിക്കിപ്പോൾ ഒരു 17 നൈസ് പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. നല്ല നൈസായിട്ട് തന്നെ നമ്മളിത് പരത്തിയെടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല പൊള്ളച്ച് വരുള്ളൂ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഒരു പാനിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ആദ്യം കുറച്ച് നേരം അത് ഒരു സൈഡ് ചൂടായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ചിങ്ങനെ വരും. അപ്പോൾ ചെറിയ അങ്ങനെ ഇതിങ്ങനെ പൊള്ളപ്പ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ചെറുതായി പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലെ തന്നെ മുഴുവനായിട്ടും പൊള്ളച്ച് വരും കേട്ടോ. കണ്ടോ, നമ്മുടെ നൈസ് പത്തിരി പൊള്ളച്ച് വരുന്നു. അങ്ങനെ നമ്മുടെ ഒരു പത്തിരി ഇവിടെ റെഡിയായി. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒത്തിരി കളർ ചേഞ്ച് വരുത്തുന്നൊന്നുമില്ല, ഓൾറെഡി നമ്മളത് വേവിച്ചിട്ടുള്ള സംഭവമാണ്. അതൊന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കേ വേണ്ടൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പത്തിരി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് ചിലപ്പോൾ അത് ഹാർഡായി പോകും. എന്നാൽ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. ഞാനിപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾ നോൺ വെജ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.